വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2, 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ബാലനായ യേശു ദേവാലയത്തിൽ. യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറൂസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാ സംഘത്തിന്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ച് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്കു ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, "മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു." അവൻ അവരോട് ചോദിച്ചു, "നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ?" അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ജ്ഞാനത്തിൽ വളരുവാൻ യേശു സ്വീകരിച്ച മാർഗം. യേശു ഒരിക്കൽ കുടുംബാംഗങ്ങളോടൊപ്പം ജെറൂസലം ദേവാലയത്തിലെ തിരുനാളിൽ സംബന്ധിക്കുന്നതിനായി പോയതിന്റെയും അതിനോടനുബന്ധിച്ച് ഉണ്ടായ സംഭവവികാസങ്ങളെയും പറ്റിയുള്ള വിവരണമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യ വിഷയം. യേശു അന്ന് താമസിച്ചിരുന്ന ഭവനത്തിൽ നിന്ന് 100-ലേറെ കിലോമീറ്റർ ദൂരം വരും ജെറൂസലം ദേവാലയത്തിലേക്ക്. അവിടേക്കുള്ള യാത്ര ദിവസങ്ങളോളം നടന്നുകൊണ്ടുള്ള ഒന്നായിരിക്കണം. അവിടെ ചെന്ന് തിരുനാൾ പരിപാടികളിലൊക്കെ ഉചിതമായ രീതിയിൽ സംബന്ധിച്ചതിനു ശേഷം അവർ നാട്ടിലേക്ക് തിരിച്ചു. കൂടെ ബന്ധുജനങ്ങളും അയൽവാസികളുമൊക്കെ ഉണ്ടായി കാണും. എന്നാൽ യാത്രാമധ്യേ മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന്. സമയം കളയാതെ ഉടനെ തന്നെ തിടുക്കത്തിൽ മാതാപിതാക്കൾ തിരിച്ച് ദേവാലയത്തിലേക്ക് നടക്കാൻ ആരംഭിച്ചു. അവിടെ ചെന്ന് 3-ാം ദിവസമാണ് യേശുവിനെ കണ്ടെത്താൻ ഇടവന്നത് എന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. മകനെ കണ്ടെത്തിയതിലുള്ള സന്തോഷത്താൽ ആ കണ്ടെത്തിയതിലുള്ള സന്തോഷത്തിന്റെ ആധിക്യത്താൽ അമ്മ ഓടിച്ചെന്ന് അല്പം പരിഭവഭാവത്തോടു കൂടെ തന്നെ യേശുവിനോട് ചോദിക്കുന്നു, "എന്താ മോനെ, നീ പറയാതെ ഇങ്ങനെ ഇവിടെ തങ്ങിയത്?" അതിന് യേശുവിന്റെ ഉത്തരം താൻ ചെയ്തതിൽ ഒരു കുറ്റബോധം തന്നിലെ ഒട്ടും ഇല്ല എന്ന് കാണിക്കുന്ന വിധത്തിലായിരുന്നു. തന്റേതായിട്ടുള്ള ജീവിതത്തിന്റെ ആത്യന്തിക ദൗത്യ നിർവഹണമാണ് താൻ ചെയ്തത് എന്ന രീതിയിലാണ് യേശു സംസാരിച്ചത്. പക്ഷെ യേശുവിന്റെ സംസാരത്തിന്റെ സാരാംശം ഗ്രഹിക്കാനുള്ള പ്രാപ്തി അന്ന് അമ്മ മറിയത്തിനും പിതാവ് ഔസേപ്പിനും ഉണ്ടായിരുന്നില്ല എന്ന് സുവിശേഷകൻ പ്രത്യേകം നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു. യേശു അവിടെ ദേവാലയത്തിൽ കളിച്ചു നടക്കുന്നതായിട്ടല്ല കണ്ടത്. ദേവാലയത്തിലുള്ള റബ്ബിമാരെ സശ്രദ്ധം ശ്രദ്ധിക്കുന്നു. തന്നിൽ ഉയരാനിടവരുന്ന ചോദ്യങ്ങൾക്ക് സംശയ നിവാരണം വരുത്തിക്കൊണ്ടിരിക്കുന്നു. 12 വയസ്സ് മാത്രം പ്രായമുള്ള യേശുവിന്റെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ബുദ്ധിതീക്ഷ്ണതയും കണ്ട്
സകലരും വിസ്മയിക്കുന്നു എന്നും സുവിശേഷത്തിൽ നാം വായിക്കാനിടവരുന്നു. അങ്ങനെ കാര്യമാത്ര പ്രസക്തമായ ദൗത്യത്തിലായിരുന്നു യേശു അപ്പോൾ. അതിന്റെ അടിസ്ഥാനത്തിലും കൂടി ആയിരിക്കണം യേശുവിന്റെ ആ വചസ്സുകൾ അമ്മയോട് അങ്ങനെ പറയാൻ ഇടവന്ന് കാണുക. എന്തായാലും യേശു തുടർന്ന് അവിടെ നിൽക്കാൻ ഇടവന്നില്ല. കുടുംബാംഗങ്ങളോടൊപ്പം തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി. എന്നിട്ട് സുവിശേഷകൻ പറയുന്നു, നസ്രത്തിൽ അവർക്ക് വിധേയപ്പെട്ട് ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിന്റെയും മുമ്പിൽ പ്രീതിയിലും വളർന്നു വന്നു അവൻ എന്ന്. ഇവിടെ ചില ഉൾക്കാഴ്ചകൾ നമുക്കായിട്ട് നൽകുന്നത് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രായത്തിൽ ഒരു വ്യക്തി വളരാൻ പ്രത്യേക ശ്രമങ്ങളൊന്നും ആവശ്യമില്ല, അത് യാന്ത്രികമായിട്ട് തന്നെ നടന്നുകൊള്ളും. എന്നാൽ ജ്ഞാനത്തിലുള്ള വളർച്ച യാന്ത്രികമായിട്ട് നടക്കുന്ന ഒന്നല്ല, അത് മനുഷ്യന്റെ പ്രയത്നം ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഈ ജ്ഞാനത്തിലുള്ള വളർച്ചയ്ക്ക് യേശു ഇന്നത്തെ സുവിശേഷത്തിന്റെ വിവരണമനുസരിച്ച് രണ്ട് പ്രധാനപ്പെട്ട മാർഗങ്ങൾ സ്വീകരിക്കുന്നതായിട്ട് നാം കാണുന്നു. ഒന്ന്, മറ്റുള്ളവരെ ശ്രവിക്കുക എന്ന് പറയുന്ന ഒരു മാർഗം. ആ ശ്രവണത്തിൽ തന്നെ പരിസരങ്ങളിലുള്ള ശ്രദ്ധയും ഉണ്ടാകണം. അപ്പോ ശ്രവണത്തിൽ ഊന്നിയുള്ള ശ്രദ്ധ. രണ്ടാമത്തെ മാർഗം കർത്തവ്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള അനുസരണം. ഈ രണ്ട് മാർഗങ്ങളാണ് യേശു ജ്ഞാനത്തിൽ വളരുന്നതിനായിട്ട് ഇന്നത്തെ സുവിശേഷ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചതായിട്ട് നാം കാണുന്നത്. ഈ രണ്ട് മാർഗങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ നമുക്കും വളരാം ജ്ഞാനത്തിൽ. എന്നാൽ മറ്റൊരു കാര്യം കൂടെ ഇവിടെ നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്നതായിട്ടുണ്ട്. ബുദ്ധിശക്തിയിലും ഉയർന്ന പക്വതയിലും പെരുമാറാൻ സാധിച്ചിരുന്ന ബാലനായ യേശുവിനെ അനുസരിക്കാനും അറിയാമായിരുന്നു എന്ന്. അപ്പൊ ബുദ്ധിയുള്ളവരുടെ ലക്ഷണം ആയിട്ട് കാണുന്നത് വേണ്ടപ്പെട്ടവരെ അനുസരിക്കാൻ സാധിക്കുക എന്നും ഉണ്ട് എന്നർത്ഥം. ബുദ്ധിയുടെ ലക്ഷണം എപ്പോഴും അനുസരണക്കേട് കാണിക്കുക എന്നുള്ളത് ആകണം എന്നില്ല. ഇങ്ങനെയുള്ള പല ഉൾക്കാഴ്ചകളും നമുക്ക് ലഭിക്കാൻ ഇടവരുന്ന ഒരു സംഭവമായിട്ട് വേണം യേശുവിന്റെ ബാല്യകാലത്തുണ്ടായ ഈ സംഭവത്തെ നാം നോക്കിക്കാണേണ്ടത്.